ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലത്ത് പോലും നല്ല വിളവ് കിട്ടാൻ ഗ്രോ ബാഗ് എങ്ങനെ നിറക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വേനൽക്കാലത്തും ചെടികൾ നന്നായി വളരാനും ചെടികൾ നല്ലതുപോലെ വിളവ് കിട്ടാനും ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി എങ്ങനെ നിറക്കണം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ഗ്രോ ബാഗിലല്ല നിറച്ച് കാണിക്കുന്നത്, ഈ ചട്ടിയിലാണ് ഇന്ന് നിറച്ച് കാണിക്കുന്നത്. ഇനി ചട്ടി ഇല്ലാത്തവർക്ക് ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ചാക്കുണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഈ ചട്ടി എവിടെ നിന്ന് വാങ്ങിയതാണെന്ന്. ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് മണ്ണും വളവും എല്ലാം കൂടെ 10 ചട്ടി കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നിറക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉണങ്ങിയ കരിയിലകളാണ്. നമ്മുടെ പറമ്പിൽ നിന്നും മുറ്റത്ത് നിന്നൊക്കെ അടിച്ചു വാരി എടുത്ത് വെക്കുന്ന കരിയിലകളാണ് കേട്ടത്. അപ്പോൾ ഒരു ലെയർ കരിയില ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ വെള്ളം വാർന്ന് പോകാൻ ഹോളില്ലെങ്കിൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകും. അപ്പോൾ അതാ ഒരു ലെയർ കരിയിലിട്ട് കൊടുത്ത് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലൊരു ബോട്ടിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഉണങ്ങിയ കരിയില ഇതുപോലെ നിറച്ച് കൊടുക്കുക. ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇലകൾ വളമായിട്ട് മാറും. അതുമാത്രമല്ല ചെടികൾക്ക് നല്ല ഈർപ്പവും തണുപ്പും കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉണങ്ങിയ കരിയിലകളൊക്കെ ഇട്ട് നിറച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പച്ച പുല്ലുണ്ടെങ്കിൽ അത് നിറക്കാം, കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഇട്ട് കൊടുത്ത് നിറക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ കരിയില ഇട്ട് നിറച്ച് നല്ലപോലെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കരിയില നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബോട്ടിലുണ്ടല്ലോ നടുവിലുള്ള ഈ ബോട്ടിൽ നമുക്ക് എടുക്കണം. അതിൻ്റെ മുകളിലോട്ട് ഞാൻ പോട്ടി മിക്സ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് മണ്ണും ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണ് കേട്ടോ. അതായത് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ടാണ് ഈ വളങ്ങളൊക്കെ ഇട്ട് ചേർത്ത് റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഈ ബോട്ടിൽ മെല്ലെ നമുക്കൊന്ന് പൊക്കിയെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്താണ് നമുക്ക് ചെടി വെച്ച് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടി പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ മണ്ണിൻ്റെ അളവ് കുറച്ച് നമുക്ക് പൊട്ടി മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കൂടുതൽ ഉണങ്ങിയ കരിയിലയാണല്ലോ, പിന്നെ നമ്മൾ കുറച്ച് പൊട്ടി മിക്സും ഇട്ട് കൊടുത്തു. പിന്നെ ഈ കരിയിലയും മണ്ണൊക്കെ ചേർന്ന് നല്ല പൊടി പോലുള്ളൊരു വളമായി മാറും. നല്ല വളക്കൂറുള്ള മണ്ണായി കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെടികളുടെ വേരോടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അത് അതിൻ്റെ നടുവിലായിട്ട് ഞാൻ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തു. ഇനി നടുവിലായിട്ട് നട്ട് കൊടുക്കുന്നത് ഈ മുളകിൻ്റെ തൈയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് താഴ്ത്തി നമുക്ക് ഇങ്ങനെ നട്ട് കൊടുക്കാം. എന്നിട്ട് നനച്ച് കൊടുക്കാം. തൈ നട്ട് കൊടുത്തതിന് ശേഷം ഒരു തണലുള്ള ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കാം. വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തോട്ട് ചെടി മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിളായിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടി നിറച്ച് കൊടുക്കുക. അങ്ങനെ ആ നിറച്ച തൈകളൊക്കെ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്നുണ്ട് കേട്ടോ. മുളകിനൊക്കെ ഒത്തിരി നല്ലതാണ് ഇതുപോലെ കരിയില നിറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ്, നമുക്ക് എവിടെയൊക്കെ എടുത്ത് വെക്കാനും അധികം ഭാരമൊന്നും ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ നിറച്ച് കൊടുത്താൽ. ഇനി ഗ്രോ ബാഗിലായാലും ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം. കരിയിലയുടെ കൂടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല കരുത്തോടെ തന്നെ ചെടി വളർന്നു വരും. അങ്ങനെ നട്ട തൈകളാണ് ഇതൊക്കെ. നല്ല ഇഷ്ടം പോലെ ഇതിലൊക്കെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മുളകാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് കുറച്ചായിട്ട് ഞാൻ വിളവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇഷ്ടം പോലെ മുളകാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ നിറച്ച് കൊടുത്താൽ വെള്ളമൊന്നും കെട്ടി നിൽക്കില്ല. വെള്ളമൊക്കെ പെട്ടെന്ന് വാർന്നു പോവുകയും ചെയ്യും. ചെടികളുടെ ചുവട്ടിൽ എപ്പോഴും ഒരു തണുപ്പും ഈർപ്പവും ഒക്കെ നിലനിൽക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട്. അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ നനവ് അതിനകത്ത് നിലനിൽക്കും. മാത്രമല്ല നല്ല വായുസഞ്ചാരം കിട്ടുകയും ചെയ്യും. ചെടികളുടെ വേരോട്ടം കൂടുകയും അവർക്ക് നന്നായി വളം വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെടി നല്ലതുപോലെ വളരുകയും കൂടുതൽ വിളവ് തരുകയും ചെയ്യും.
അതുപോലെ തന്നെ ഓരോ 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒക്കെ ജൈവവളം ഇട്ട് കൊടുക്കുക. ചെടികളുടെ മുകളിൽ നല്ല രീതിയിൽ തന്നെ പുതയിട്ട് കൊടുക്കണം. നല്ല ചൂടാണല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് പുതയിട്ട് കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ചെടികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി നശിച്ചു പോകും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഉണങ്ങിയ കരിയിലിട്ടത് കൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ ചുവട്ടിലൊരു തണുപ്പും ചെടികൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.